അസ്സലാമു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അഞ്ചുക്കാട് കല്യാണത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഞാൻ ഷോർട്സ് മാത്രം അപ്ലോഡ് ആക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു എന്തായാലും എല്ലാ കല്യാണത്തിൻ്റെ ലോങ് വീഡിയോസ് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതും കൂടെ എടുക്കാമെന്ന്. അതേപോലെ ഞാൻ ആ ദിവസം ലെൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോ ഓഫാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നൊക്കെ ഞാൻ എപ്പോഴും ലെൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇടുന്നത്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയട്ടോ. അതേപോലെ തന്നെ കുറേ തിരക്കിൽ പെട്ടുകൊണ്ട് തന്നെ എനിക്ക് മൈലാഞ്ചി ഒന്നും അങ്ങനെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കയ്യിൽ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കല്യാണ തലേന്നാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. കല്യാണ തലേന്ന് നമ്മളെ ഡ്രസ് കോഡ് ബ്ലാക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇട്ടിക്കണത് ബ്ലാക്കാണ്, പക്ഷെ എൻ്റെ കയ്യിൽ വേറെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലോങ് വീഡിയോസിൻ്റെ സജഷൻസ് ചോദിച്ചപ്പോൾ വലിയ കാര്യമായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഏത് വീഡിയോസാണ് ഇനി വേണ്ടതെന്നുള്ളതും കൂടെ ഒന്ന് പറയാം കേട്ടോ. പിന്നെ നമ്മൾ ഈവനിങ് അങ്ങോട്ട് പോയിട്ട് രാത്രിയൊക്കെ ആയപ്പോഴാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓഡിറ്റോറിയത്തേക്ക് പോകാൻ നിൽക്കണേ. ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് കളറായിരുന്നു ഇന്നത്തെ കോഡ്. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റി റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഓഡിറ്റോറിയത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് തലേദിവസം പരിപാടിക്ക് നമ്മളെ ഫാമിലിയിലുള്ള കുറച്ച് പേരായിട്ടുള്ള മാത്രമായിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ആദ്യം നമ്മളിരുന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓഡിറ്റോറിയത്തിലൊന്നും ആരും അധികം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് തലേദിവസത്തെ ഈ പരിപാടിക്ക് നമ്മളെ ഫാമിലിയിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. പിന്നെ ഞാൻ എൻ്റെ മൈലാഞ്ചിയുടെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇട്ടുകൊണ്ട് തന്നെ അധികം ചോക്കാനോ അതിനൊന്നിനോ നിന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ചെറുതായിട്ട് അങ്ങനെ ഇട്ടതാണ്. വിഷ്ണു യാച്ചു ആണെങ്കിൽ അവിടെ എത്തിയ പാടെ ഭയങ്കര ഓടിക്കളിക്കലും കാര്യങ്ങളാണ്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കണോണ്ടുള്ള പ്രഹസനങ്ങളാണ് കേട്ടോ. ഞാനാണെങ്കിൽ അവിടെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ സൈഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും മിന്നും കൂടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പത്തിനും നമ്മളെ ഫാമിലിയിൽ ബാക്കി വരാനുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കോഡ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് എല്ലാവരും ഇട്ട് നല്ല അടിപൊളിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും നല്ല അടിപൊളി ബീഫ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കൽ ആദ്യം കഴിച്ചിട്ട് പിന്നെ ബാക്കി ഡാൻസ് പരിപാടികളൊക്കെ തുടങ്ങാച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിക്കൽ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ട് സ്റ്റേജിൽ ചെറിയ കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ വെറുതെ പാട്ടിട്ടപ്പോൾ അതിനെ കളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങിയിട്ട് ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാൻസും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് എല്ലാവരും സിംഗിൾ ഡാൻസുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ ഗ്രൂപ്പ് ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും സ്റ്റേജിൽ കയറിയിട്ട് വെറുതെ കളിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ പാട്ടിട്ടിട്ട് കളിക്കൂലേ, അതുപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കൂടെ ഒരു നല്ല ദിവസം അവിടെ കഴിയാണ്. പിന്നെ ഞാൻ വ്ളോഗ് എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഡേ ആണ്, അതായത് നിക്കാഹിൻ്റെ ഡേ. തലേദിവസം നമ്മൾ മൂത്താപ്പാൻ്റെ അടുക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടുത്തെ വീഡിയോസും ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നീച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഞാൻ ലെൻസ് ഇട്ടതാണ്, പക്ഷെ നല്ല തീരുമാനമായിരുന്നു. കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ലെൻസ് ഇട്ടാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ എനിക്ക് മാറ്റണ ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നിക്കാഹിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. നിക്കാഹിന് ഓഫ് വൈറ്റ് ആയിരുന്നു തീം ഉണ്ടായിരുന്നേ. അമ്മായിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മൂത്താപ്പാൻ്റെ കൂടെയാണ് നിൽക്കണം. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ മാറ്റിയിട്ട് നേരെ ചാച്ചരോടുക്ക് പോയിട്ടുണ്ടായിരുന്നു. മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസ് എടുക്കലൊക്കെ നിർബന്ധമാണല്ലോ. അങ്ങനെ ഫോട്ടോസ് എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് നേരെ ചാച്ചരോടുക്ക് പോണേ. അങ്ങനെ നമ്മൾ മാറ്റി ഒരുങ്ങിയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഓഫ് വൈറ്റിൽ നല്ല അടിപൊളിയായി സെറ്റായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കളറിൽ എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. നിക്കാഹിൻ്റെ അന്നും ഞാൻ ലെൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇടയിലേക്ക് ചെറുതായിട്ട് ഇറിറ്റേഷൻ തോന്നിയുകൊണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ സംഭവമൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇടയിലേക്ക് ചെറുതായിട്ട് എന്തോ പോലെ തോന്നിയപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ്. അങ്ങനെ പിന്നെ അവിടെ ഫോട്ടോ സെഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫോട്ടോ സെഷൻസൊക്കെ കഴിഞ്ഞ് ദുവൊക്കെ ചൊല്ലി പിന്നെ ബോയ്സ് എല്ലാവരും കൂടെ നിക്കാഹിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ പോയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവർ പോയി കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രാവലറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. സംഭവം
പെണ്ണിൻ്റെ അടുത്ത് ഓഡിറ്റോറിയം അടുത്തായിരുന്നെങ്കിലും പോകുമ്പോൾ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് നല്ല സെറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഓഡിറ്റോറിയത്തിലെത്തി. എത്തിയ പാടന്നെ അവിടെ എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ബോയ്സിൻ്റെ എല്ലാവരും കൂടെ ഉള്ള കുറച്ച് ഫോട്ടോസും അങ്ങനത്തെ എടുക്കലെല്ലാതും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രൈഡിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ എൻട്രി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ മഹർ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. बुलावे तुझे आए आज मेरी गलियां बसाऊं तेरे संग मैं अलग दुनिया ना आए कभी दोनों. അങ്ങനെ മഹർ കെട്ടി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറേ ടൈപ്പ് ഓഫ് റൈസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ബിരിയാണി മസ്റ്റാണല്ലോ. അപ്പോൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ മധുഹൂത്തോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം അതൊക്കെ വലിയ ഇഷ്ടമായിട്ടില്ല, എന്നാലും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീം മേക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്റ്റേജിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഫോട്ടോസ് എടുക്കൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ ഉള്ള റിസപ്ഷൻ കേട്ടോ. അപ്പോൾ പോകുമ്പോഴും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാക്കി വൈബാക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് അവിടെ പെണ്ണിനും ചെക്കനും മധുരം കൊടുക്കണ ചെറിയ ചടങ്ങ് പോലെ എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ബാക്കി ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മൂത്താപ്പാൻ്റെ അവിടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നിക്കാഹിൻ്റെ ഇത് പറഞ്ഞ പോലെ തന്നെ ഇതിനും മാറ്റുന്നത് ക്ലിപ്സ് എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ടാണ് മാറ്റി ഒരുങ്ങിയിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ എടുക്കണത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും മാറ്റി ഒരുങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് എത്താൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രി കാണാനൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു എൻട്രി കാണാൻ വേണ്ടിയിട്ട്. നമ്മളെത്തുമ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഒരു ലോങ് ഫോട്ടോ സെഷൻസ് ഉണ്ടാവുമല്ലോ ആസ് യൂഷ്വൽ. എല്ലാ കല്യാണത്തിനും പോയാലും നമ്മളങ്ങനെ ഫോട്ടോസ് എടുക്കൽ കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കഴിഞ്ഞ് തിരിച്ചു വരും. പക്ഷേ നമ്മൾ വീട്ടിലെ കല്യാണം ആകുമ്പോൾ ഇതിനൊക്കെ നമുക്ക് പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. അവരവിടെ ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് നമ്മൾ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഓരോരുത്തരും ഇങ്ങനെ വന്നു പോയി കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം, റുഷ്ദത്താൻ്റെ ഡ്രസ്സ് ഗൗണ് പോലത്തെ ഒരു ഔട്ട്ഫിറ്റായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കളറായതും എല്ലാതും ഭയങ്കര എന്താ പറയുക നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ദഫും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 2-3-4 വട്ടം ദഫിൻ്റെ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നല്ല ഭംഗിയുണ്ടായിരുന്നു ദഫിൻ്റെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതെന്താന്ന് വെച്ചാൽ ഇടയിൽ ഫോട്ടോ സെഷൻസ് ഉണ്ടാവും, പിന്നെ ദഫിൻ്റെ പരിപാടികളുണ്ടാവും. അങ്ങനെ മാറി മാറിയിട്ടാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പട്ടാമ്പിത്തോരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. സംഭവം നിക്കാഹിന് കഴിച്ചുകൊണ്ട് തന്നെ വല്ലാണ്ട് ഫുഡ് കഴിക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരൊപ്പം അങ്ങനെ ഇരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഐസ്ക്രീമും കോട്ടൺ ക്യാൻഡിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കോട്ടൺ ക്യാൻഡിയുടെ വലിയ ഫാനല്ല, പക്ഷെ ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വീണ്ടും ഓഡിറ്റോറിയത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയം എന്ന് ഉദ്ദേശിച്ചത് സ്റ്റേജാണ് കേട്ടോ. അവിടെ പോയപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ഫോട്ടോ സെഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവുന്നത്. ഈ ലേസർ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലും കാര്യങ്ങളാണല്ലോ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കല്യാണത്തിനാണ് നേരിട്ടത് കാണുന്നത്. അങ്ങനെ ലേസറും അവരെ ചെറുതായിട്ടുള്ള ഡാൻസും ഫോട്ടോ സെഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞതിന് നമ്മൾ ഈ ഗ്രൂമിനെയും ബ്രൈഡിനൊക്കെ സമ്മതിക്കണം. കാര്യം അവർ ഈ ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ. കാര്യം അവർക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ അവരെ ആ കാര്യത്തിൽ നമ്മൾ സമ്മതിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ വീണ്ടും ദഫ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ആണ് ഞാൻ പട്ടാമ്പിക്കാരായിട്ട് വീഡിയോസ് എടുക്കണത്. ഇത് സംഭവം എന്താ വെച്ചാൽ അവിടെ ദഫ് കണ്ട് ഞാൻ അന്തം വിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വീഡിയോ ഓണാക്കിയത് ഞാൻ മറന്നുപോയി. അതാണ് കേട്ടോ സംഭവം. അപ്പോൾ ഉമ്മച്ചിയും ആശറും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിലേക്ക് നോക്കിയപ്പോൾ ഈ ഫോട്ടോ സെഷൻസ് തന്നെയാണ് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ദഫ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ഓൾട്ടർനേറ്റീവായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഇരിക്കണവർക്ക് ബോറടിക്കില്ല. ആ ഒരു ടാക്ടിക്സ് കൊള്ളാം.
പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കല്യാണത്തിൻ്റെ എല്ലാ ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് നല്ലോണം ലേറ്റ് ആയിട്ടാണ് ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്സിനൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ മെല്ലെ മെല്ലെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ലേസർ ഇട്ടിട്ട് അഫയും അഷറളേനും അതേപോലെ തന്നെ ബാജി ഗഫൂറളേനൊക്കെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളെ കല്യാണ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വ്ളോഗിൻ്റെ കംപ്ലീറ്റ് ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ ഇനി വേറെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.